നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം തീ പറക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം നാളെ രാത്രി സൗദി അറേബ്യൻ സമയം 10 മണിക്ക് സൗദിയിലെ ജിദ്ദ നഗരത്തിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലാണ് ആ ഒരു പോരാട്ടം. റയലും ബാഴ്സയും നേർക്ക് നേർ. ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്കത് സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ 12:30 ആ പോരാട്ടം. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഹാൻസി ഫ്ലിക്കും കാർലോ ആഞ്ചലോട്ടിയും. അപ്പോൾ ഡാനി ഓൾമോ എന്തായാലും ഈ കളിക്ക് അവൈലബിൾ ആണ് എന്ന് ഫ്ലിക്ക് പറയുന്നു. അതിനെക്കുറിച്ച് ആഞ്ചലോട്ടി പ്രതികരിക്കുന്നു. റെഡ് കാർഡ് കിട്ടിയ വിനിക്ക് 2 മത്സരത്തിലെ വിലക്കാണ് ലലീഗ ഏർപ്പെടുത്തിയിരിക്കുന്നത്. RFEFന്റെ കീഴിലുള്ള മത്സരം തന്നെയാണ് സൂപ്പർ കോപ്പ ഡി എസ്പാന. എന്നിട്ടും എന്തുകൊണ്ട് വിനിയെ കളിപ്പിക്കുന്നു, അത് ശരിയോ? ഫ്ലിക്കും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. ഓൾമോയുടെ കാര്യം എല്ലാവർക്കും അറിയാം. ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണത്. റിവോക്ക് ചെയ്തിരുന്നു RFEFും ലാലീഗയും. പക്ഷേ CSDയിൽ പോയിട്ട് അതിനെതിരെ വിധി സമ്പാദിച്ച് താൽക്കാലികമായിട്ടുള്ള രജിസ്ട്രേഷനാണ് ഇപ്പോൾ ഓൾമോ കൊടുത്തിരിക്കുന്നത്. അതേസമയം ലാലീഗയുടെ പ്രസിഡന്റ് ടബാസ് അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇത് ശരിയല്ല, കളിപ്പിക്കുന്നത് ശരിയല്ല, ഇങ്ങനെ ഒരു വിധി കൊടുക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്തായാലും അപ്പീൽ കൊടുത്തിട്ടുണ്ട് RFEF. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ലാലീഗ കൊടുത്തിട്ടുണ്ട്, RFEFും ലാലീഗയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ആഞ്ചലോട്ടിയോട് ചോദ്യം, ഡാനി ഓൾമോയെ കളിപ്പിക്കുന്നത് ശരിയോ? ഡാനി ഓൾമോയെ അവൈലബിൾ ആണെന്ന് പറയുന്നത് ശരിയാണോ? അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഓൾമോയുടെ കാര്യത്തിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ, അദ്ദേഹം സൺഡേയിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. അദ്ദേഹം ഒരു ഗുഡ് പ്ലെയറാണ്. കളിക്കളത്തിൽ അദ്ദേഹത്തെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അദ്ദേഹം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ ഒരു ബെസ്റ്റ് പ്ലെയറെ തടയാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ ചിന്തിക്കുക. അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. അതാണിപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ചുരുക്കത്തിൽ വിവാദങ്ങളിലേക്കില്ല. ഓൾമോ കളിക്കാൻ ഇറങ്ങി അദ്ദേഹത്തെ തടയാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഗ്രൗണ്ടിൽ എങ്ങനെ അദ്ദേഹത്തെ തടയാൻ പറ്റും, അദ്ദേഹത്തിന് നല്ല ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ട് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. മറ്റ് വിവാദങ്ങളെക്കുറിച്ച് പറയാനില്ല എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ആഞ്ചലോട്ടി ഈ കളിക്ക് മുമ്പും, അതായത് കഴിഞ്ഞ സെമി ഫൈനലിന് മുമ്പും ഇതേ അഭിപ്രായം പറഞ്ഞതാണ്. എനിക്കിതിൽ അഭിപ്രായമുണ്ട്, പക്ഷെ പബ്ലിക്കലി അത് പറയാൻ ഞാനില്ല എന്ന് ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു. ഇനി വിനിയുടെ കാര്യം നമുക്കറിയാം. വിനിക്ക് വലൻസിയക്കെതിരെയുള്ള മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചതാണ്. 2 മത്സരത്തിലെ വിലക്കും ഇപ്പോൾ ലാലീഗ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് ലാലീഗയിലെ മത്സരങ്ങൾക്ക് മാത്രമേ ബാധകമുള്ളൂ, ഈ സൂപ്പർ കോപ്പ ഡി എസ്പാനയിലെ മത്സരങ്ങൾക്ക് ബാധകമല്ല എന്നാണ് വിധി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരം അദ്ദേഹം കളിച്ചു, ഈ കളി ഫൈനലും കളിക്കും. എന്നാൽ ചില വിഭാഗം ആളുകൾ പറയുന്നത് അദ്ദേഹത്തെ സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ നിന്നും വിലക്കണമായിരുന്നു എന്നാണ്. അതല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചോദ്യം ഫ്ലിക്കിനോട്, അദ്ദേഹത്തെ കളിപ്പിക്കുന്നത് ശരിയോ, വിനിയെ കളിപ്പിക്കുന്നത് ശരിയോ? അപ്പോൾ ഫ്ലിക്കിൻ്റെ മറുപടി, വിനി കളിക്കുന്ന സൂപ്പർ കപ്പിൽ കളിക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാവർക്കും അവരുടെ ബെസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ടാവുന്നതല്ലേ നല്ലത്. അപ്പോഴല്ലേ കളി മികച്ച രൂപത്തിലാവുകയുള്ളൂ. ഇപ്പം 2 മത്സരത്തിൽ വിലക്ക് ഉണ്ടായിട്ടും വിനി കളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെൻ്റെ തീരുമാനമല്ലെന്നേ, അത് അധികൃതരെടുത്ത തീരുമാനമല്ലേ. എല്ലാവർക്കും അവരുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ കോപ്പയിൽ കളിപ്പിക്കണമെന്നുണ്ടാവും. ആ അർത്ഥത്തിലേ ഞാനതിനെ കാണുന്നുള്ളൂ എന്നാണ് ഫ്ലിക്ക് പറയുന്നത്. ചുരുക്കത്തിൽ ഫ്ലിക്കും വിവാദങ്ങൾക്കില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.